വെൽക്കം ഡിയേഴ്സ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ദേ ഒരു ഗ്ലാസ് ബസുമതി റൈസ് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 6 ഗ്ലാസ് വെള്ളം വെച്ച് ഈ കുതിർത്ത അരി ഞാനിട്ട് വേവിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് പാകത്തിന് വെന്ത് നമുക്കത് ഊറ്റിയെടുക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു 90% വേവാൻ പാടുള്ളൂ. നല്ല പോലെ വെന്ത് കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നമ്മുടെ അരിയൊക്കെ വെന്ത് ഇതേ ഊറ്റി നമുക്കൊരു പരന്ന പാത്രത്തിലിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമോ? ഇത് ഞാനൊരു ലെമൺ റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കടുക് വേണം, കുറച്ച് കപ്പലണ്ടി, വറ്റൽമുളക്, ഉഴുന്ന്, പിന്നെ കടലപ്പരിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ മസൂർ ദാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിയില വേണം, ഒരു നാരങ്ങ, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി നല്ലതുപോലെ അരിഞ്ഞത്, പിന്നെ ഒരു കുഞ്ഞ് സ്പൂൺ കായപ്പൊടി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇഞ്ചി അരിയുമ്പോൾ ഇതുപോലെ നൈസായിട്ട് ചെറുതാക്കി അരിയണം. ഇനി നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ ഞാൻ ഒരു ഗ്ലാസ് അരി, ചെറിയ ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് ഒരു ചെറിയ നാരങ്ങ എടുത്തത്. നമ്മൾ അരിയുടെ ഒക്കെ അളവിനനുസരിച്ച് ഈ ഐറ്റംസൊക്കെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നോക്ക്, എല്ലാ കാര്യങ്ങളൂടെ തയ്യാറായി. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വേണ്ട എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. സാധാരണ ലെമൺ റൈസിനൊക്കെ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ആവശ്യത്തിന് വേണ്ട കടുക് ഇട്ടു. ഇപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മുടെ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പൂൺ ഉഴുന്നാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഞാനൊരു ചെറിയ ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ഒക്കെ ചെറിയ സ്പൂൺ വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉഴുന്നൊക്കെ ഇട്ട് നല്ലതുപോലെ അതൊന്ന് ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിരിക്കണം, അല്ലെങ്കിൽ കടുകെല്ലാം വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളകും കപ്പലണ്ടിയും തുവരപ്പരിപ്പില്ലാത്തത് കൊണ്ട്, കടലപ്പരിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മസൂർ ദാലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ട് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്നിന് പിറകെ ഒന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതീയിൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കാണുന്ന പരുവത്തിൽ നമ്മുടെ ഉഴുന്നും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കായപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞ കളർ അധികം വേണ്ടവർക്ക് മഞ്ഞൾപ്പൊടി കൂടുതൽ ഉപയോഗിക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പും ഒരു ചെറിയ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ അരി വേവിക്കുമ്പോൾ ചോറിന് പാകമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചെയ്യേണ്ടത് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിതെല്ലാം റോസ്റ്റ് ചെയ്തതെങ്കിലും നമുക്ക് നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ
ചൂടോട് കൂടിയിട്ട് നമ്മൾ നാരങ്ങനീര് ഒഴിക്കുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നാരങ്ങനീര് ഒഴിക്കുന്നത്. ഞാൻ 2 സ്പൂൺ നാരങ്ങനീരാണ് ഒഴിക്കുന്നത്. എന്ന് വെച്ചാൽ റൈസ് വളരെ കുറവായതുകൊണ്ടാണ്. ഇനി ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നാരങ്ങനീര് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസുമായിട്ട് നല്ലതുപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലതുപോലെ വെന്തുടയാൻ പാടില്ല. ഒരു 90% വേവാൻ പാടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ വെള്ളം വാർത്തിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിം ഓഫാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില വിതറി കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, പൊടിഞ്ഞു പോവാത്ത തരത്തിൽ പതുക്കെ ഒന്ന് ഉലർത്തിയെടുക്കാം. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല കായത്തിൻ്റെയും ആ ഇഞ്ചിയുടെയും പിന്നെ റോസ്റ്റ് ചെയ്ത ഐറ്റംസിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി റൈസാണിത്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്യണം. എൻ്റെ ചാനലിൽ വരുന്ന റെസിപ്പീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെറൈറ്റി ഇഷ്ടപ്പെടാത്ത കുട്ടികളില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഗ്രേവിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ അതൊന്നും ചെയ്തിട്ടില്ല. നല്ല അടിപൊളി ലെമൺ റൈസ് ഇതേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. പാകത്തിനുള്ള വേവൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതുപോലൊക്കെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിച്ച് നോക്കി എല്ലാം പാകത്തിനാണ്. ഇത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണേക്കാട്ടി നല്ലത് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പാകത്തിന് ആ പുളിയും ഉപ്പൊക്കെ കറക്റ്റായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരു ലെമൺ റൈസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.